ഇങ്ങനെ പറയുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കാം. അതെന്താണ് സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം? കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ പട്ടണമായിട്ടുള്ള ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ളതാണ് സർവ്വജനത്തിനും ഉണ്ടാകാവുന്ന മഹാസന്തോഷം. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചത് തന്നെ സർവ്വജനത്തിനും സന്തോഷവും സമാധാനവും കൊടുക്കുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സകല മാനവകുലത്തിന്റെയും അവരുടെ പാപത്തിന് വിമോചനം വരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടമായി കഴിഞ്ഞാൽ മനുഷ്യൻ ഈ സമാധാനം വീണ്ടെടുക്കുവാൻ വേണ്ടി മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങളിലും ആശ്രയം വെക്കുന്നു. അനേക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്? എന്റെ സഹോദര, എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല. ഞാനൊരു മദ്യപാനി ആയിരുന്നില്ല. എന്റെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ അല്പസ്വല്പം മദ്യം കഴിച്ചു. പിന്നെ ഒരിക്കലും ഈ മദ്യപാനത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഈ മദ്യപാനം എന്നെ പിടിമുറുകി കഴിഞ്ഞു. അങ്ങനെ പറയുന്ന എത്രയോ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യൻ മദ്യത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു ക്യാൻസർ പോലെ ഈ മദ്യപാനത്തിന്റെ ഉപയോഗം മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്നു. അങ്ങനെ ക്രമേണ അവന്റെ ആരോഗ്യം നശിക്കുന്നു, ക്രമേണ അവന്റെ സാമ്പത്തികം തകർന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ തകരുന്നു. അങ്ങനെ എന്തിനു പറയുന്നു? ഒടുവിൽ ഈ മനുഷ്യന്റെ ഏതെങ്കിലും വാഹനത്തിന്റെ അടിയിൽപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിനകത്തോ, അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിനകത്തോ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ പ്രിയപ്പെട്ടവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് എത്രയോ റോഡ് അപകടങ്ങൾ നടക്കുന്നു. ഈ അപകടങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ 99% അപകടങ്ങൾ നടക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ച് മനുഷ്യൻ വാഹനം ഓടിക്കുമ്പോഴാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ ഏതൊരാഘോഷം വന്നാലും അവിടെ ഒന്നാം സ്ഥാനം ലഹരിക്കും. ലഹരിയില്ലാത്ത ഒരു ആഘോഷം മനുഷ്യനുമല്ല, മനുഷ്യന് ഇല്ലവേ ഇല്ല. എല്ലാവർക്കും ഏതൊരാഘോഷത്തിലും ലഹരി അത്യാവശ്യമാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മദ്യപാനം ഒരു കുടുംബത്തെ ഉയർത്തിയിട്ടില്ല. അത് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ നാശങ്ങളും നഷ്ടങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് എത്രയോ കുടുംബ കോടതികളുണ്ട്. ഈ കുടുംബ കോടതികൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുങ്ങൾ അനാഥരായി തീർന്നു. കാരണം എന്താണ്? കാരണം മദ്യവും മയക്കുമരുന്നുമാണ്. എന്നാൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് എത്രയോ കുടുംബങ്ങൾ തകർന്നു, കുഞ്ഞുങ്ങൾ അനാഥരാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ മദ്യപാനം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നിരവധി ക്രിമിനൽ കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മനുഷ്യൻ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബോധമില്ലാതെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്.